നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ കുട്ടികളിൽ മംസ് സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. മുതിർന്ന ആളുകളിലും മംസ് വന്നേക്കാം. എന്നിരുന്നാലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് മംസ് ബാധ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മംസ് വൈറസ് മൂലമാണ് ഇത് നമ്മളിലേക്ക് എത്തുന്നത്. മംസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന തരത്തിലുള്ള ഒരു രോഗമാണ്. മംസ് ബാധിതരിൽ 7 മുതൽ 25 ദിവസത്തിനകം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയേക്കാം. സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പനി, തലവേദന, ക്ഷീണം, അതുപോലെ തന്നെ ചെവിയുടെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ചെവിയുടെ ഇരുവശങ്ങളിലായിട്ട് കണ്ടുവരുന്ന നീർക്കെട്ടും വീക്കവും. മംസ് ബാധ മൂലം നമ്മുടെ ഉമിനീർ ഗ്രന്ഥി, സലൈവറി ഗ്ലാൻഡായ പാരോട്ടിഡിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, പാരോട്ടിഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന നീർക്കെട്ടും വീക്കം മൂലമാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മംസ് ബാധിതർക്ക് വായു തുറക്കാനുള്ള ബുദ്ധിമുട്ടും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ചെവിയുടെ ഇരുവശങ്ങളിലായിട്ടോ ഒരു ഭാഗത്തോ ആയിട്ട് അസഹനീയമായ വേദനയും കടച്ചിലും ഒക്കെ കണ്ടുവരുന്നു. ചില സമയത്ത് ഉമിനീരിറക്കാൻ പോലും ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. മംസ് ബാധിച്ച് 3 മുതൽ 7 ദിവസം വരെ അതിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങിയേക്കാം. എന്നിരുന്നാലും ചില ആളുകളിൽ 14 ദിവസം വരെ ഇതിൻ്റെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാം. മംസ് ബാധ മൂലം ചില സമയത്ത് ചിലരിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓർക്കൈറ്റിസ് അതിലൊന്നാണ്. ആൺകുട്ടികൾക്ക് വൃഷണത്തിനുണ്ടാവുന്ന വീക്കവും നീർക്കെട്ടിനെയാണ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അണ്ഡാശയത്തിനും ഇതുപോലെ നീർക്കെട്ടും വീക്കോ ഒക്കെ ഉണ്ടായേക്കാം. അതിനെ ഊഫോറൈറ്റിസ് എന്നാണ് പറയുന്നത്. പാങ്ക്രിയാറ്റൈറ്റിസ്, നെഫ്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എന്നിങ്ങനെയും മംസ് മൂലം ചില സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം. ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൊടുക്കുക. അതായത് പനി കൂടുതലുള്ള ആളുകൾക്ക് പനിയുടെ ചികിത്സയും അതുപോലെ തന്നെ നീർക്കെട്ടും വീക്കോ മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് നീർക്കെട്ടുള്ളവർക്ക്, വീക്കമുള്ളവർക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെയാണ് സാധാരണ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് മംസിനുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അപ്പം മംസ് വന്ന ആളുകൾക്ക് നാം സാധാരണയായിട്ട് അവരുടെ ഭക്ഷണ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മംസ് പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ മംസ് വന്ന ആളുകളെ വേറൊരു മുറിയിൽ, ഒരു ഐസൊലേഷനിൽ ഇരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ശുദ്ധമായി പാചകം ചെയ്ത് ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് നല്ലത്. അതായത് ഓട്സ്, കഞ്ഞി, സൂപ്പ് അതുപോലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക. പിന്നെ മധുരം ഇടാത്ത, ഐസൊന്നും ഇടാത്ത ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് എണ്ണയോ ഉപ്പോ പുളിയോ എരിവോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സാത്വികമായിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മംസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മംസിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് മംസിനെതിരെയുള്ള വാക്സിനേഷൻ തന്നെയാണ്.